ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പോയപ്പോ രണ്ടും കൂടിയാ പോയത് അല്ലേ മോളെ? ആ അതെ അതെ, അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അമ്മ പറഞ്ഞതോ? അപ്പോ എങ്ങനെയാ അത് നഷ്ടപ്പെട്ടത്? അത് സമൃദ്ധ മോള് കണ്ടിട്ടില്ല. എന്റെ കയ്യിൽ നിന്നല്ലേ അതെല്ലാം കൂടി നഷ്ടപ്പെട്ടത്. ആഹാ, അവന്തികയോ? വാ. അല്ല, അവന്തികയ്ക്ക് അമ്മ എവിടെ നിന്ന് കിട്ടി? ഞാൻ അമ്പലത്തിൽ ചെല്ലുമ്പോ അവന്തിക എവിടെ ഉണ്ടായിരുന്നു. ഇരിക്കെ. ചിപ്പിമോളുടെ പേരില് നീരാഞ്ജനം കഴിക്കാൻ വേണ്ടി പോയതാ. അവിടെ വെച്ച് അമ്മയും കണ്ടു. എങ്കി പിന്നെ ഇവിടെ വന്ന് സമൃദ്ധയും കൂടെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അതെന്തായാലും നന്നായി. നിങ്ങൾ സംസാരിക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ആ അമ്മ ഇപ്പൊ ഒന്നും എടുക്കണ്ട. ചിപ്പിമോള് സ്കൂളിൽ പോയല്ലോ അല്ലേ? ആ പോയി. ചിപ്പിമോക്ക് സമൃദ്ധാന്റിന്ന് പറഞ്ഞ 100 ജീവനാ. സമൃദ്ധയ്ക്ക് അങ്ങനെ തന്നെയാ. അന്ന് ചിപ്പിക്ക് ഒരു ദിവസം വയ്യാതായില്ലേ? എന്തൊരു വെപ്രാളായിരുന്നു എന്നറിയോ സമൃദ്ധയ്ക്ക്? ഗോകുലിനെ വിളിക്കുന്നു, ഡോക്ടറിനെ വിളിക്കുന്നു, ഒന്നും പറയണ്ട. ആകെ ഒരു വെപ്രാളായിരുന്നു. ഗോകുലിനെ വിളിച്ച് ഡോക്ടറിനെയും കൂട്ടി മോളുടെ അടുത്ത് പോയി വന്നിട്ടും സമൃദ്ധയുടെ ടെൻഷൻ വെപ്രാളൊന്നും മാറിയില്ല. അത് പിന്നെ ചിപ്പിമോൾക്ക് അത്രയ്ക്ക് വയ്യാഞ്ഞിട്ടല്ലേ? ഞാൻ ചെന്ന് തൊട്ടു നോക്കുമ്പോ മോൾക്ക് പൊള്ളുന്ന പനിയായിരുന്നു. ഇവളെന്തിനാ എന്റെ മോളുടെ കാര്യത്തിൽ ഇങ്ങനെ അധിക താല്പര്യം കാണിക്കുന്നത്? ചിപ്പി ഇവളും തമ്മിലുള്ള അടുപ്പം തടഞ്ഞേ പറ്റൂ. പിന്നീട് അത് വലിയ കുഴപ്പമായിട്ട് മാറും. അന്ന് രാത്രി ഗോകുലിനെ വിളിച്ച് രണ്ടാമത്തെ മോളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയതാ. ഒടുവിൽ ഒരു വിധത്തിലാ ഞങ്ങളെല്ലാം കൂടി സമാധാനിപ്പിച്ചത്. ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ചിപ്പിമോക്ക് സമൃദ്ധയോട് എന്താ ഇത്ര അടുപ്പമെന്ന്. കഴിഞ്ഞ ജന്മത്തിൽ ഒരുപക്ഷെ ചിപ്പിമോൾ എന്റെ മകളായിട്ടായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക. അങ്ങനെയുണ്ടല്ലോ ചില ബന്ധങ്ങൾ. ഇതും അങ്ങനെ കരുതിയാ മതി. ഇടയ്ക്ക് ഗൗരിമോള് പറയും അമ്മയ്ക്ക് എന്നേക്കാൾ കൂടുതൽ സ്നേഹം ചിപ്പിമോളോടാണെന്ന്. അല്ല, ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്തെ. കഴിഞ്ഞ തവണ വന്നപ്പോ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷെ മറന്നുപോയി. എന്താ കാര്യം? എനിക്ക് നിങ്ങളുടെ വിവാഹാൽബം ഒന്ന് കാണാൻ പറ്റുമോ? ആ, എന്താ ആൽബം ഇല്ലേ? അയ്യോ, ഒരു കുഴപ്പം പറ്റി. ആൽബം ഇവിടെ ഇല്ല. ഇല്ലെന്ന് പറഞ്ഞാ ആൽബം ഇല്ലെന്നാണോ അതോ ഇവിടെ ഇല്ലെന്നാണോ? അത് പിന്നെ വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ അതൊക്കെ എവിടെയോ പോയി. അവന്തിക ചോദിച്ചപ്പോഴാ ഞാൻ അതിനെക്കുറിച്ച് ഓർത്തത് തന്നെ. അത് നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് നാളായി. കഷ്ടായിപ്പോയി. അതെ അതെ, അത് ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമാ. എത്ര രൂപ കൊടുത്ത് ചെയ്യിപ്പിച്ചതാ? അല്ല, ആൽബം പോയെന്നല്ലേ ഉള്ളൂ. അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ. ആ വീഡിയോ കിട്ടിയാലും മതി. വല്ല പെൻഡ്രൈവിലോ ലാപ്ടോപ്പിലോ ഒക്കെ കാണുമല്ലോ. അയ്യോ, അതും ഇല്ല. പോയപ്പോ രണ്ടും കൂടിയാ പോയത് അല്ലേ മോളെ? ആ അതെ അതെ, അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അമ്മ പറഞ്ഞതോ? അപ്പോ എങ്ങനെയാ അത് നഷ്ടപ്പെട്ടത്? അത് സമൃദ്ധ മോള് കണ്ടിട്ടില്ല. എന്റെ കയ്യിൽ നിന്നല്ലേ അതെല്ലാം കൂടി നഷ്ടപ്പെട്ടത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇവരുടെ കല്യാണ ആൽബം ഒന്ന് കാണാന്നുള്ളതേ. അല്ല, നിങ്ങളുടെ കയ്യിലുള്ളത് നഷ്ടപ്പെട്ടെന്നല്ലേ ഉള്ളൂ. സമൃദ്ധയുടെ വീട്ടിൽ കാണുമല്ലോ. അവിടെ നിന്ന് ആരെങ്കിലും വരുമ്പോ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞാലും മതി. അവിടെ ഉണ്ടോന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്തോണ്ട് വരാം. അവന്തിക എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ശിശിര എവിടേക്ക് പോവാൻ ഇറങ്ങിയാന്ന് തോന്നല്ലോ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതാ. രാജീവിനിപ്പോ എങ്ങനെയുണ്ട്? ഡിസ്ചാർജ് ചെയ്യാറായോ? നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞത്. ശിശിരയുടെ കാര്യം ഓർക്കുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം വരും.
കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ രാജീവിന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് ആർക്കായാലും സഹിക്കാൻ പറ്റില്ല. ശിശിരേച്ചി ചെന്നിട്ട് വേണം ഗൂഗിളിന് ഇങ്ങോട്ടേക്ക് വരാൻ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. ആ അങ്ങനെയാണെങ്കിൽ ഞാനും ഇറങ്ങാം. പോകുന്ന വഴിക്ക് ശിശിരെ ഞാൻ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം. സമൃദ്ധ, ഞാൻ വിളിക്കാം കേട്ടോ. ശരി. അമ്മേ, ഞാൻ പോയിട്ട് വരാം. അവന്തിക എന്തിന് ഇപ്പൊ ആൽബം ചോദിച്ചത്? എല്ലാം കളഞ്ഞു പോയെന്ന് ഇവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ഈശ്വര, ഇനി ആരും ഇതിനെക്കുറിച്ച് ചോദിക്കല്ലേ. അല്ല, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? സച്ചിക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാനാ. ഇത് ജോർജ് സർ, ഒരു റിട്ടയർഡ് പോലീസുകാരന്. ഹലോ സർ. ഹായ്. ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ സച്ചിയോട് പറയാനുണ്ട്. പറഞ്ഞോളൂ സർ. ആരതി പറഞ്ഞ ആ തീയതിയില് ഞാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ഒരു സ്ഥലത്ത് ഒരു അപകടം നടന്നിട്ടുണ്ട്. വളരെ വേഗത്തിൽ വന്ന ഒരു കാറ് റോഡ് മുറിച്ച് കിടക്കുകയായിരുന്ന ഒരു സ്ത്രീയെ ഇടിച്ചിട്ടു. അവരോടൊപ്പം ഒരു കുട്ടി ഉണ്ടായിരുന്നു. തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ദാവീദ് എന്ന ആളാ സാറിനോട് അന്ന് രാത്രി കാര്യം പറഞ്ഞത്. ഇതറിഞ്ഞ ഉടനെ ഞാൻ അവിടെ എത്തി. ഈ ദാവീദിനെയും കൂട്ടി സംഭവ സ്ഥലത്ത് പോയി നോക്കി. അങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ടെന്ന് ആ സ്ഥലം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. കുറച്ച് ബ്ലഡ് സ്റ്റെയിനും കാറിന്റെ ഇൻഡിക്കേറ്റർ ചില്ലുകളും റോഡിലുണ്ടായിരുന്നു. അയാൾ പറഞ്ഞനുസരിച്ച് കാറ് തട്ടി വീണ ഉടനെ തന്നെ അവരുടെ ബോധം പോയിട്ടുണ്ട്. കാറിൽ വന്നവർ തന്നെ ആ സ്ത്രീയെ എടുത്ത് വണ്ടിയിലിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. കുഞ്ഞിനെയും അവർ കൊണ്ടുപോയി കാണണം. അപ്പോ എന്റെ കുഞ്ഞിനെ കുറിച്ചൊന്നും ദാവീദ് പറഞ്ഞില്ലേ? ഈ ദാവീദ് ജോലി ചെയ്യുന്ന പെട്രോൾ പമ്പിന്റെ മുന്നിലൂടെയാണ് കുഞ്ഞുമായി ആ സ്ത്രീ അപകടം സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് നടന്നുപോയത്. ഈ അപകടം നടന്ന സ്പോട്ട് ആ പെട്രോൾ പമ്പിന് കുറച്ച് മുന്നിലായിട്ടാണ്. ദാവീദ് ഈ അപകടം നേരിട്ട് കണ്ട ആളല്ല. അയാൾക്ക് അറിയാവുന്ന വിവരങ്ങൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ട്രാഫിക്കുള്ള ഒരു റോഡല്ല അത്. ഈ സംഭവം നടന്നതിന്റെ തൊട്ടപ്പുറത്തായി ഒരു പെട്ടിക്കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സംഭവം നടക്കുന്ന സമയത്ത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്തരം കേസുകളിൽ ഇപ്പൊ പോലീസിനെ സഹായിക്കുന്നത് CCTV ക്യാമറകളാണ്. അന്ന് ആ ഏരിയയിലെങ്ങും CCTV ക്യാമറകൾ ഉണ്ടായിരുന്നില്ല.